ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ 28 ആയ വർഷം 2000. യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡ്. ദേശീയ പൈതൃകമൃഗം ഏതാണ്? ആന. 2010 പ്രഖ്യാപിച്ചത്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? പന്നിയൂർ. മലയാളത്തിലെ ആദ്യ കളർ സിനിമ ഏതാണ്? കണ്ടം പച്ച കോട്ട്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള തുറമുഖമേത്? കൊച്ചി, കാണ്ട്ല, ഗോവ, ഏനോർ. ഉത്തരം ഏനോർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? പെരിയാർ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? 1721. കേരള ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി? വി ഗിരി. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമേത്? എറണാകുളം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാര്? സുഭാഷ് ചന്ദ്രബോസ്. കായിക മേഖലയിൽ മികവ് പുലർത്തുന്നവർക്ക് ഇന്ത്യയിൽ എല്ലാ വർഷവും കൊടുക്കുന്ന അവാർഡ് ഏതാണ്? അർജുന അവാർഡ്. നാഗാലാൻഡിലെ പ്രധാന ഭാഷ? ഇംഗ്ലീഷ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? തമിഴ്നാട്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി? ഫാത്തിമ ബീവി. ഉസൈൻ ബോൾട്ട് ഏത് രാജ്യക്കാരനാണ്? ജമൈക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര്? ഡോക്ടർ അംബേദ്കർ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആര്? പട്ടേൽ. പശു ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ്? നേപ്പാൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? കാൽസ്യം. സീസ്മോഗ്രാഫ് എന്ന ഉപകരണം എന്ത് അളക്കുന്നതിനുള്ളതാണ്? ഭൂകമ്പം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്? ഇടമലക്കുടി. പ്രാഥമിക നിറങ്ങളിൽ പെടാത്തത് ഏത്? മഞ്ഞ, പച്ച, നീല, ചുവപ്പ്. ഉത്തരം മഞ്ഞ. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാന്തൂർ. 2011 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സി രാധാകൃഷ്ണൻ. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ്? വെള്ളി. ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നി? ടയലിൻ. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഡൽഹി. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്? SBI. ഗാന്ധിജിയും അരാജകത്വവും ആരുടെ രചനയാണ്? സി ശങ്കരൻ നായർ. കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ഗോവ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര്? സഹോദരൻ അയ്യപ്പൻ. സിഖ് മതസ്ഥാപകൻ ആര്? ഗുരു നാനാക്ക്. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചതാര്? ഷാജഹാൻ. മഹാഭാരതത്തിലെ പർവ്വങ്ങൾ എത്ര? 18. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? സമുദ്രഗുപ്തൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. 1972 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട കരാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? സിംല കരാർ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിന് കാരണമായ രാസവസ്തു? ലൂസിഫെറിൻ. ലോകത്തിൽ ആദ്യമായി പത്രം പ്രസിദ്ധീകരിച്ച രാജ്യം? ചൈന. രാജ്യസഭയുടെ അധ്യക്ഷൻ? വൈസ് പ്രസിഡന്റ്. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെ അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് എന്ന്?
1924. ഇന്ത്യൻ സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം എത്ര? 5½ മണിക്കൂർ. ജാലിയൻ വാല ബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. പഞ്ചതന്ത്രം കഥകളുടെ കർത്താവാര്? വിഷ്ണു ശർമ്മ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കർ. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ്? കാനി. കേരളത്തിലെ ആദ്യത്തെ വിദ്യുച്ഛക്തി മന്ത്രി? VR കൃഷ്ണയ്യർ. ബുക്കർ പ്രൈസ് നേടിയ ആദ്യ മലയാളി വനിത? അരുന്ധതി റോയ്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. കേരള സ്കോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? CV രാമൻപിള്ള. ഏറ്റവും കൂടുതൽ സർക്കാർ വിദ്യാലയങ്ങൾ ഉള്ള ജില്ല ഏത്? മലപ്പുറം. ആലുവ പട്ടണം ഏത് നദീതീരത്താണ്? പെരിയാർ. KSRTC നിലവിൽ വന്നത് എപ്പോൾ? 1965. കേരളത്തിലെ ആദ്യത്തെ താപനിലയം? ബ്രഹ്മപുരം. നെഹ്റു ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വള്ളംകളി. പുട്ടപർത്തി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വസ്തു? ക്ലോറോഫിൽ. തലമുറകൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? OV വിജയൻ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ഏത്? ബാരോമീറ്റർ. കറയില്ലാത്ത ഇനം കശുമാവ് ഏത്? മൃദുല. ശരീരത്തിന് നിറം നൽകുന്ന വസ്തു? മെലാനിൻ. ചെകുത്താന്റെ കാഷ്ടം എന്ന് അറിയപ്പെടുന്നത്? കായം. ഉമ്മൻചാണ്ടി ആദ്യമായി കേരള മുഖ്യമന്ത്രിയായ വർഷം? 2004. താപനില അളക്കാനുള്ള ഏകകം? സെൽഷ്യസ്. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? നോർവേ. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ? എഡിസൺ. ഏറ്റവും വലിയ ഭൂഖണ്ഡമേത്? ഏഷ്യ. ഇറാഖിന്റെ പഴയ പേരെന്ത്? മെസോപ്പൊട്ടോമിയ. ഞാനൊരു കുറ്റവാളിയല്ല, പക്ഷേ ഒരു ദേശസ്നേഹിയാണ്. ഇത് പറഞ്ഞ മഹാൻ ആര്? ഭഗത് സിംഗ്. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. SSAയുടെ പൂർണ്ണരൂപം എന്താണ്? സർവ ശിക്ഷാ അഭിയാൻ. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് നദി ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ദ്രാവക രൂപത്തിലുള്ള ഒരു ലോഹം? രസം. ടൈറ്റൻ എന്നത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ശനി. മാഡം ക്യൂറിക്ക് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം? 1911. കീടനാശിനികൾ സൃഷ്ടിക്കുന്ന ഭീകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആര്? റേച്ചൽ കഴ്സൺ. അസ്താന ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? കസാക്കിസ്ഥാൻ. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ക്യൂറി. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കടൽ തീരം ഇല്ലാത്തതുമായ ജില്ല ഏത്? കോട്ടയം. കൈക്കൂലിക്കാരെ പിടികൂടാൻ കറൻസി നോട്ടുകളിൽ പുരട്ടുന്ന രാസവസ്തു ഏത്? ഫിനോഫ്തലിൻ. ബാലവേല രഹിത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണനിലവാര സർട്ടിഫിക്കറ്റ് അറിയപ്പെടുന്നത് ഏതു പേരിൽ? റഗ് മാർക്ക്.
ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 44. വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ്. മാക്സസെ അവാർഡ് നേടിയ ആദ്യ ഭാരതീയൻ വിനോബ ഭാവെ. അസോസിയേറ്റഡ് പ്രസ് ഏത് രാജ്യത്തെ വാർത്താ ഏജൻസിയാണ്? അമേരിക്ക. ഇന്ത്യയിൽ രാഷ്ട്രപതിയുടെ ചുമതല ഏറ്റെടുത്ത ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. ഇപ്പോഴത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ചോയ്സിലില്ല. ചൈനീസ് പൊട്ടാറ്റോ എന്ന് അറിയപ്പെടുന്ന കാർഷിക വിള കൂർക്ക. ഉത്തർപ്രദേശിൽ ഉൾപ്പെടാത്തത് ഏത്? മീററ്റ്, അലഹബാദ്, അലിഗഡ്, പാനിപ്പറ്റ്. ഉത്തരം പാനിപ്പറ്റ്. പാനിപ്പറ്റ് ഹരിയാനയിലാണ്. ജപ്പാന്റെ പഴയ പേര് നിപ്പോൺ. മാറ്റുവിൻ ചട്ടങ്ങളെ, സമയമതല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെത്താൻ. ആരുടെ വരികളാണിത്? കുമാരനാശാൻ. കേരളത്തിൽ ജനന മരണ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വകുപ്പ് ഏതാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം കൊൽക്കത്ത. കബഡി ദേശീയ വിനോദമായ രാജ്യം ബംഗ്ലാദേശ്. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊല്ലം. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണം എന്ത്? വൈറസ്. പച്ച, നീല എന്നീ വർണ്ണങ്ങളെ കൂട്ടിയോജിപ്പിച്ചാൽ ലഭിക്കുന്ന വർണ്ണം CN. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തത് എന്തായിരുന്നു? ത്രിവർണ പതാക. ടോക്കോഫിറോൾ എന്ന രാസനാമമുള്ള വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഇ. വൈദ്യുത സർക്യൂട്ടുകളിൽ റെക്ടിഫയറിന്റെ ഉപയോഗം എന്തിന്? AC-യെ DC ആക്കാൻ. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏതു വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡാണ് ചെമ്മീൻ എന്ന സിനിമയ്ക്ക് ലഭിച്ചത്? 1965. 18 കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്ന കവി പൂനം നമ്പൂതിരി. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പരിഹസിച്ച സമരം ഉപ്പ് സത്യാഗ്രഹം. ഇപ്പോൾ നിലവിലുള്ളത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 12 തുടങ്ങി. ജാതക കഥകൾ പ്രതിപാദിക്കുന്ന ഗുഹാക്ഷേത്ര ചിത്രങ്ങളാണ് അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങൾ. മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈന. റിക്കോർ ചോസ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന രാജ്യം നെതർലാൻഡ്. കേരളത്തിൽ മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. ഭരണഘടനാപരമായ പരിഹാസങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയം ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? BR അംബേദ്കർ. ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ടങ്സ്റ്റൺ. കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ ആരാണ്? R ശങ്കരനാരായണൻ തമ്പി. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്? നീലഗിരി ബയോസ്ഫിയർ. ശാന്തിവൻ ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ജവഹർലാൽ നെഹ്റു. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സിൽവർ ബ്രോമൈഡ്. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? കുഷ്ഠം.
മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ലോഹം ലിഥിയം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂർ. കാർഡിയോളജിസ്റ്റ് ഹൃദയം, ഡെർമറ്റോളജിസ്റ്റ് ചർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാർ. ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? ഷേക്സ്പിയർ. ഏപ്രിൽ 23. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് KM മുൻഷി വിശേഷിപ്പിച്ചത്? ആമുഖം. സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നാഗാർജുന സാഗർ പദ്ധതി ഏത് നദിയിലാണ്? കൃഷ്ണ, ആന്ധ്രാപ്രദേശ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത? സോണിയാഗാന്ധി. ഷിക് ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം സ്ഥിരീകരിക്കാനാണ്? ഡിഫ്തീരിയ. 2G സ്പെക്ട്രം ഇടപാടിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ പാട്ടീൽ കമ്മീഷൻ. 2012 ലളിതാംബിക അവാർഡ് ജേതാവ് ആരാണ്? ONV കുറുപ്പ്. കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരായുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രായം എത്രയാണ്? 18 വയസ്സ്. 2012 ആണവ സുരക്ഷാ സമ്മേളനം നടന്നത് എവിടെയാണ്? സൗത്ത് കൊറിയ. ഏത് സേവന ദാതാക്കളാണ് ഇന്ത്യയിൽ ആദ്യമായി 4G സേവനം ലഭ്യമാക്കിയത്? എയർടെൽ, കൊൽക്കത്ത. ഇന്ത്യൻ പ്രസിഡന്റിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വനിത? ഒമിത പോൾ. 2012. 2012 ലണ്ടൻ ഒളിമ്പിക്സ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം? USA. പൃഥ്വി 2 മിസൈലിന്റെ ദൂരപരിധി 350 കിലോമീറ്റർ. 2012 സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച സംഘടന ഏത്? യൂറോപ്യൻ യൂണിയൻ. ഏത് സേനാ വിഭാഗമാണ് 2012 ഒക്ടോബർ 8 അതിന്റെ 80ാം വാർഷികം ആഘോഷിച്ചത്? ഇന്ത്യൻ വ്യോമസേന. ഏത് നഗരത്തിലാണ് കേന്ദ്ര തേനീച്ച ഗവേഷണ പരിശീലന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്? പൂനെ. ഏത് രാജ്യവുമായാണ് ഇന്ത്യൻ റെയിൽവേ ആധുനീകരിക്കുന്നതിന് വേണ്ടി കരാറിൽ ഒപ്പുവെച്ചത്? ബെൽജിയം. 2013 വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ ആര്? മരിയൻ ബർത്തോളി. ആരുടെ ആത്മകഥയാണ് പ്രിസണർ 5990? ബാലകൃഷ്ണപിള്ള. 2012 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ആണവ മുങ്ങിക്കപ്പലിന്റെ പേര്? INS ചക്ര. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. കോമൺവെൽത്ത് സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? കമലേഷ് ശർമ്മ. ഏത് ഇന്ത്യക്കാരനാണ് 2012 മാക്സസെ അവാർഡ് ലഭിച്ചത്? കൊളന്തെ ഫ്രാൻസിസ്. 2012 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? VS സമ്പത്ത്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഷുംഷേർ കെ ഷെരീഫ്. ജപ്പാനിലെ സുനാമിയിൽ തകർന്ന ന്യൂക്ലിയർ റിയാക്ടറിന്റെ പേര് എന്താണ്? ഫുകുഷിമ. തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ നിധിയുടെ കണക്കുകൾ രേഖപ്പെടുത്തുന്നതിന് നിയമിതനായ കമ്മിറ്റിയുടെ ചെയർമാൻ N വേലായുധൻ നായർ. 2014 ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നതിന് വേദിയാകുന്ന രാജ്യം? ബ്രസീൽ. 2016 ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുവാൻ ഉദ്ദേശിക്കുന്നത് എവിടെ? ബ്രസീൽ. 2012 16ാമത് ചേരി പ്രസ്ഥാനത്തിന്റെ സമ്മേളന വേദിയായത് എവിടെയാണ്? ടെഹ്റാൻ. 2012 ബ്രിക്സ് ഉച്ചകോടി നടന്നതെവിടെ? ന്യൂഡൽഹി. 2012 സുസ്ഥിര വികസന ഉച്ചകോടി നടന്നതെവിടെ? റിയ ഡി ജനീറോ. 2012 G8 ഉച്ചകോടി നടന്നതെവിടെ? ക്യാമ്പ് ഡേവിഡ്. ഇന്ത്യയുടെ അതിവേഗ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? സാഗ 220. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ജെറ്റ് എഞ്ചിന്റെ പേര്? കാവേരി. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ?
ഏത്? INS വിക്രം. ദേശീയ വിദ്യാലയങ്ങളിലെ കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതിയുടെ പേര് വിദ്യാവാഹിനി. 2012 റിപ്പബ്ലിക് ഡേ പരിപാടിയിൽ പങ്കെടുത്തത് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? തായ്ലൻഡ് പ്രധാനമന്ത്രി. ഡൽഹിയിൽ വെച്ചു നടന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷന്റെ പേര് VK ഷുങ്ക്. പുതിയ തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പഠനം നടത്തുന്ന കമ്മീഷന്റെ ചെയർമാൻ BN ശ്രീകൃഷ്ണ. സ്മാർട്ട് ഗ്രിഡ് പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇലക്ട്രിസിറ്റി. രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്ട് ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥാപിക്കുന്നത് എവിടെ? ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം വല്ലാർപാടം. ലോകത്തിലെ 700 കോടി തികച്ച ഇന്ത്യയിലെ കുഞ്ഞിന്റെ പേര് നർഗീസ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. 2018 വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നതിന് വേദിയാകും പോകുന്ന രാജ്യം റഷ്യ. തമിഴ്നാട്ടിൽ സംയോജിത ഗ്രാമവികസന പദ്ധതിക്ക് രൂപം കൊടുത്ത വ്യക്തി കുളന്തേ ഫ്രാൻസിസ്. സമൂഹത്തിലെ പാവങ്ങളിൽ പാവങ്ങളായ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അന്ത്യോദയ. ഇന്ത്യയിലെ ഏത് സ്റ്റീൽ പ്ലാന്റിനാണ് 10ാം തവണയും പ്രധാനമന്ത്രിയുടെ ട്രോഫി ലഭിച്ചത്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. താർ എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. ടെലിഫോൺ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം കേരളം. 2012 ജൂലൈ 1 ലോക പൈതൃക പട്ടികയിൽ വന്ന കേരളത്തിന്റെ പ്രദേശം പശ്ചിമഘട്ടം. ചൈനയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ലിയാങ്. ഇന്ത്യയിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ശശികാന്ത് ശർമ്മ. UN അന്താരാഷ്ട്ര ജല സഹകരണ വർഷമായി ആചരിക്കുന്നത് 2013. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ടിബറ്റൻ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ എത്ര ശതമാനം ജനങ്ങളാണ് പട്ടികവർഗത്തിൽ പെടുന്നത്? 8%. ഉഖായ് തെർമൽ പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. 2016 യൂറോ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ്. പുതിയ രാജ്യമായ സൗത്ത് സുഡാൻ ഈയിടെ തങ്ങളുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചത് ഇംഗ്ലീഷ്. 2011 DRDO വികസിപ്പിച്ച പ്രഹർ ഏത് തരം മിസൈൽ? ഹ്രസ്വദൂര ഉപരിതല മിസൈൽ. പശ്ചിമഘട്ടത്തിൽ സംഭവിച്ച പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച വിദഗ്ധ സമിതിയുടെ തലവൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. 2013 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ഓസ്ട്രേലിയ. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ എത്ര? 6. 2013 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ആർക്കാണ്? മുംബൈ ഇന്ത്യൻസ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏതാണ്? റിസാറ്റ്.